കണ്ണൂർ വളക്കയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ ഡ്രൈവറുടെ വാദം തള്ളി ചിന്മയ സ്കൂൾ പ്രിൻസിപ്പൽ. സ്കൂൾ ബസ്സിന് യാതൊരു തകരാറും ഉണ്ടായിരുന്നില്ല എന്ന് പ്രിൻസിപ്പൽ കെ എൻ ശശി 24 പറഞ്ഞു. ബസ്സിന് 2027 വരെ പെർമിറ്റ് ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒന്നും അതിന് യാതൊരു ഇതുമില്ല. ഇപ്പം 29-ാം തീയതി ഫിറ്റ്നസ് കഴിയുമ്പോൾ ഞങ്ങൾ തളിപ്പറമ്പിലെ 3 ബസ്സും ഈ കുറുമാത്തൂരിലെ ഈ ഒരു വണ്ടിയും കൂടിയാണ് കൊണ്ടുപോയിരുന്നത്. എന്നിട്ട് എന്താണ് സീറ്റിന്റെ കവറുകളെല്ലാം മാറ്റണമെന്ന് പറഞ്ഞു, വെയിറ്റ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് പറഞ്ഞത്, ഏതായാലും ഏപ്രിൽ മാസം വരെ ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ബസ് ഓടിച്ച ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് അരുൺ, എഫ്ഐആറിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഉന്മേഷ്, ഇപ്പോൾ ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഡ്രൈവർക്കെതിരെ ശ്രീകണ്ഠാപുരം പോലീസ്, അതായത് സ്കൂൾ ബസ് ഡ്രൈവർ നിസാമുദ്ദിനെതിരെ ശ്രീകണ്ഠാപുരം പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. അതിൻ്റെ എഫ്ഐആറിലെ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അശ്രദ്ധമായി ജാഗ്രതയില്ലാതെ വാഹനം ഓടിച്ചതിനാണ് നിലവിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നേരത്തെ ബ്രേക്ക് പൊട്ടിയതിനെ തുടർന്നാണ് ഈ നിയന്ത്രണം വിട്ട് മറിഞ്ഞത് എന്നതായിരുന്നു ഈ സ്കൂൾ ബസ് ഡ്രൈവർ നിസാമുദ്ദീൻ്റെ വാദം. അത് പ്രാഥമികമായിട്ടുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധനയിൽ തന്നെ അതങ്ങനെയല്ല. ബ്രേക്കിന് എന്തെങ്കിലും ഒരു തകരാറില്ല, ഈ വാഹനത്തിന് മറ്റ് സാങ്കേതിക തകരാറുകളില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ഈ ഡ്രൈവറുടെ വീഴ്ച തന്നെയാണ്, ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഈ അപകടത്തിന് ഇടയാക്കിയത് എന്ന കാര്യവും പ്രാഥമിക അന്വേഷണത്തിന് ശേഷം മോട്ടോർ വാഹന വകുപ്പ് അത്തരമൊരു കണ്ടെത്തലിലേക്ക് എത്തിയിരുന്നു. എന്തായാലും വിശദമായിട്ടുള്ള പരിശോധനയിലേക്കും അന്വേഷണത്തിലേക്കും പോലീസും മോട്ടോർ വാഹന വകുപ്പും കടന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ സ്കൂൾ ബസ് അല്പസമയത്തിനകം അതിൽ വിശദമായ പരിശോധന മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രത്യേക സംഘം, നിയോഗിച്ച പ്രത്യേക സംഘം അവർ നടത്തുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അപകടമുണ്ടാകുന്ന ഘട്ടത്തിൽ ഈ ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചു എന്ന തരത്തിലുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഈ വാട്സാപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട ചില സ്ക്രീൻഷോട്ടുകളൊക്കെ ഇവർ ശേഖരിച്ചിരുന്നു. അതിൻ്റെ സൈബർ പരിശോധനയും ഇന്ന് പൂർത്തിയാക്കും. ആ കാര്യങ്ങൾ, അത്തരം നടപടികളിലേക്കും പോലീസ് കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് എന്തായാലും കടന്നിട്ടുണ്ട്. നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ പോലെയല്ല, അതായത് ഈ ബ്രേക്ക് പൊട്ടിയിട്ടില്ല, തകരാറുകളില്ല എന്ന കാര്യം എന്തായാലും സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൻ്റെ വിശദമായ പരിശോധന കൂടി ഇന്ന് എന്തായാലും നടക്കും. കൂടുതൽ നടപടിയിലേക്ക് കടക്കും. ഈ മരിച്ച കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് നടക്കുക. 10:30 അത്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് 11 മണിയോടെ ആ കുട്ടിയുടെ മൃതദേഹം വിദ്യാലയം, അവർ പഠിച്ചിരുന്ന സ്കൂളിൽ ആയിരുന്ന ചിന്മയ വിദ്യാലയത്തിലേക്ക് എത്തും. അവിടെ പൊതുദർശനം ഉണ്ടാകും. വൈകിട്ടോടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുക. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.